OrMa ഡിസൈൻസിന്റെ പുതിയ ചാനലായ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയൊരു നെക്കിന്റെ വിഡ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കാം, ഈസി ആയിട്ട് എങ്ങനെ ഒരു ഇക്വേഷൻ കൊണ്ട് നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ സാധിക്കും. അതിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന്റെ മുമ്പേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ് നല്ല യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്ത്. അപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻസ് എല്ലാം വരുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കയറി കമന്റ് ചെയ്യാവുന്നതാണ്. കമന്റിന് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണ് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഭയങ്കര സംശയമുള്ള ഒരു കാര്യമാണ് നെക്കിന്റെ വിഡ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതായത് നെക്കിന്റെ വീതി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് ഒത്തിരി സ്റ്റിച്ചിങ്ങുകാർക്കും എല്ലാവർക്കും ഉള്ള ഒരു സംശയമാണ്. ഇതിലൊരു ഈസി മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഇപ്പം എൻ്റെ ചെസ്റ്റ് റൗണ്ട് ഒരു 36 ആണെന്ന് വിചാരിക്കാം. 36 ആണ് എൻ്റെ ചെസ്റ്റിൻ്റെ റൗണ്ട്. അതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സംഖ്യയാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടിയത്? 3 എന്നാണ് കിട്ടിയത്. ഇതാണ് എൻ്റെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ചെയ്യുന്നത് 42 ഡിവൈഡഡ് ബൈ 12. ഏതൊരു ഇതിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പ്രൈസ്, അതായത് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ നെക്ക് വിഡ്ത്ത്. 3.5 കിട്ടും. ഇതാണ് നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചുരിദാറിന് നമ്മൾ ചെയ്യുമ്പോൾ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. നമ്മൾ എത്രയാണോ കിട്ടുന്നത്, ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 12 വെച്ച് ഡിവൈഡ് ചെയ്തിരിക്കുമ്പോഴുള്ള സംഖ്യയാണ് നമ്മളെ നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു നെക്ക് വിഡ്ത്ത് എങ്ങനെയാണ് ഒരു പേപ്പറിലേക്ക് കട്ട് ചെയ്യുന്നത്? അപ്പൊ ഞാൻ ചെയ്യുന്നത് 36ന്റെ നെക്ക് ചെസ്റ്റ് വരുന്ന ഒരു വ്യക്തിക്ക് 3 എന്ന നെക്ക് വിഡ്ത്താണ്. അപ്പൊ ഈ നെക്ക് വിഡ്ത്ത് എങ്ങനെയാണ് നമ്മൾ ഒരു പേപ്പറിലേക്ക് അല്ലെങ്കിൽ ഒരു ഫാബ്രിക്കിലേക്ക് ചെയ്യുന്നത്? ആദ്യം നമ്മൾ മസ്റ്റ് ആയിട്ട് ഒരു പേപ്പർ കട്ടിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ ഫാബ്രിക്കിലേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പേപ്പർ എടുത്ത് രണ്ടായിട്ട് മടക്കുക. അതിന്റെ ശേഷം നമുക്ക് ഇത് 4ആയിട്ട് മടക്കാം. അപ്പൊ ബാക്ക് വശം വേണം, നമുക്ക് ഫ്രണ്ട് വശം വേണം. ഓക്കെ, 4ആയിട്ട് പേപ്പേഴ്സ് മടക്കാം. ഡിവൈഡ് ബൈ 12 ന്റെ 3 എന്നതാണ് വിഡ്ത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എടുത്ത് പേപ്പർ 4ആയിട്ട് മടക്കിയ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞിട്ട് വിഡ്ത്ത് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. പേപ്പറൊക്കെ കറക്റ്റ് ആയിട്ട് വെക്കാം. അതിനുശേഷം നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെയുള്ള 1/2 ഇഞ്ച് ഇവിടുന്ന് എപ്പോഴും മസ്റ്റായിട്ട് നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ വിടണം. ഇത് മസ്റ്റാണ്. ഇത് ഞാൻ ചുരിദാറിൻ്റെ ക്ലാസ്സസിൽ പറഞ്ഞുതരാം കേട്ടോ. ഇത് എങ്ങനെയാണ് 1/2 ഇഞ്ച് എന്തിനാണ് വിടുന്നത് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിടും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 3 എന്ന് വന്നിട്ടില്ലേ, 3 ആണ് വിഡ്ത്ത് വന്നിട്ടില്ല. അപ്പം നമ്മൾ ഒരു പേപ്പറിൽ 3 എന്ന് അടയാളപ്പെടുത്താം. ഇതാണ് നെക്കിൻ്റെ വിഡ്ത്ത്. ഓക്കെ, അപ്പം നമ്മളൊരു പേപ്പർ എടുക്കുക, അതിൽ 3 എന്ന് അടയാളപ്പെടുത്താം. പിന്നെ നമ്മൾക്ക് എത്രയാണോ നമ്മൾക്ക് ലെങ്ത്ത് വേണ്ടത്, ഇപ്പം ഞാനൊരു 4 ആണ് ലെങ്ത്ത് എടുക്കുന്നത്. അത് നമ്മളുടെ കസ്റ്റമൈസ്ഡിൻ്റെ ആവശ്യത്തിന് പ്രകാരം നമുക്ക് ചെയ്യണം. അപ്പോൾ 4ന്റെ അവിടെ നിന്നും നമ്മൾ 3 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, അത് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സ്കെയിൽ എടുത്തിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം, ബോക്സ് ആക്കാം. ഇത് മസ്റ്റാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ബോക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇപ്പം എന്ത് ചെയ്യുകയാണെങ്കിൽ ബോക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ നെക്ക് ഡിസൈൻ ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഒരു ടൂളാണ് ഫ്രഞ്ച് കർവ്.
ഫ്രഞ്ച് കർവ് എന്ന് പറഞ്ഞ ടൂള് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. ഇതിപ്പോൾ റൗണ്ട് നെക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഫ്രഞ്ച് കർവ് ടൂൾ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നെക്ക് എത്രയാണോ നെക്കിൻ്റെ ഇത് വേണ്ടത്, ഇങ്ങോട്ട് വരുന്തോറും നെക്ക് കുറഞ്ഞു വരും. ഇതാണ് നെക്ക് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു നെക്ക് ഇവിടെ വരെ ചെയ്യും. ഓക്കെ, ഇതാണ് ഫ്രണ്ട് നെക്ക്. ഇനി ബാക്ക് നെക്ക് വേണമെങ്കിൽ ഇപ്പോൾ 5 ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കാം. ബാക്ക് നെക്ക് ഒരു കുറച്ച് ഡീപ്പായിട്ടാണ് വേണ്ടതെന്ന് വിചാരിക്കാം. അപ്പോൾ 5 എന്ന് അടയാളപ്പെടുത്താം. സെയിം ആയിട്ട് 5ൽ നിന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, 3 എന്ന് അടയാളപ്പെടുത്താം. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇവിടേക്ക് ബോക്സ് വരയ്ക്കാം. ബോക്സ് വരച്ചതിന് ശേഷം ഫ്രഞ്ച് കർവ് വെച്ചിട്ട്, റൗണ്ട് നെക്കാണ് കാണിച്ചു തരുന്നത്, ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നിങ്ങൾക്ക് റൗണ്ടായിട്ട് വരയ്ക്കാവുന്നതാണ്. റൗണ്ടായിട്ട് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഫ്രണ്ടും ആയി, ഇത് ബാക്കും ആയി. ഇങ്ങനെയാണ് ഒരു നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത്. ഇപ്പം നമ്മൾ വിഡ്ത്താണ് കണ്ടുപിടിക്കുന്നത്. ഇതാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത് എല്ലാവരും തെറ്റിക്കുന്ന ഒരു പോർഷൻസ് ആണ്. അപ്പോൾ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് എടുക്കണം. ഇതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ തയ്യൽ തുമ്പാണ്. അപ്പോൾ ഒരിക്കലും ചിലവർക്ക് എല്ലാവർക്കും ഈ നെക്ക് വിഡ്ത്ത്, അതായത് ഇവിടെ മലച്ചു പോവാന്ന് പറയും. കാരണം എന്ന് വെച്ചാൽ ഈ കഴുത്തൊക്കെ ഇറങ്ങി പോവുക, കഴുത്തൊക്കെ ഒത്തിരി ഇങ്ങോട്ട് ഷോൾഡറിന് ഇങ്ങോട്ടാവുക. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ചാൽ നിങ്ങളിവിടെ തയ്യൽ തുമ്പ് വിടുന്നത് ഇവിടെയായിരിക്കും. ഒരിക്കലും ഇവിടെ തയ്യൽ തുമ്പ് വിടരുത്. നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കേണ്ടത് വിഡ്ത്തിനോട് തൊട്ട് ബാക്കിലേക്കാണ് തയ്യൽ തുമ്പ് എടുക്കേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ട് തയ്യൽ തുമ്പ് മസ്റ്റായിട്ട് എല്ലാവരും എടുക്കാം. ഇവിടുന്ന് 1/2 വെച്ചിട്ട് നമ്മൾ തയ്യൽ തുമ്പ് എടുക്കാം. ഈ തയ്യൽ തുമ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാവർക്കും ഈ തെറ്റ് വരുന്നത്. അപ്പോൾ തയ്യൽ തുമ്പ് ഇങ്ങനെ വരും. അത് നമുക്കൊരു ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നല്ല കറക്റ്റായിട്ടും കൂടെ വരച്ചെടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. കറക്റ്റ് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കും. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കിയാലോ, എങ്ങനെ ഉണ്ടാവും നോക്കിയാലോ. നമ്മളെ ബാക്കിൻ്റെയും കൂടെ അടയാളപ്പെടുത്താം, എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച്, 1/4 ഇഞ്ചൊക്കെ മതി. പക്ഷെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എടുക്കുമ്പോൾ എല്ലാവരും 1/2 ഇഞ്ച് തന്നെ എടുക്കാൻ ശ്രമിക്കും. കാരണം 1/4 ഇഞ്ച് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു തെറ്റ് പറ്റാം, അതിനൊരു ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും എടുക്കുമ്പോൾ കണ്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് ഫ്രണ്ട് നമുക്ക് എപ്പോഴും കുറവാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അത് കാരണം ബാക്കാണ് ഇവിടെ ഡീപ്പായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യാം, ഒരുമിച്ച് കട്ട് ചെയ്യുന്നവർക്ക് ഒരുമിച്ചും കട്ട് ചെയ്യാം. ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പൊ നമ്മള് ഫ്രണ്ടിന്റെ ഇത് തയ്യൽ തുമ്പ് ഉള്ളിടത്താണ് നമ്മൾ ഇത് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട് പാർട്ട് ഞാൻ മാറ്റി വെച്ചു. ബാക്ക് പാർട്ടും ഇതുപോലെ തന്നെ തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്യാൻ പോവാണ്. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ബാക്ക് പാർട്ടിന്റെ തയ്യൽ തുമ്പ് ഇട്ടത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ആണ്. വിഡ്ത്തിന്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്തു. സ്റ്റിച്ചിങ് ലൈൻസ് കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഈ ഒരു പേപ്പർ നിവർത്തി നോക്കാം. ഈ ഒരു പേപ്പർ നിവർത്തുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് ബാക്ക് പാർട്ട്, സ്റ്റിച്ചിങ് ലൈൻസ് ആണ്. ഇതിൽ നമുക്കൊരു ട്രിക്കും കൂടെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ നെക്ക് വരും. ഇവിടെ നമ്മൾക്ക് കറക്റ്റായിട്ട് നെക്കിന്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത്? 5 ആണ് വേണ്ടത്. ഇവിടെ എത്തിയപ്പോൾ 4.5 ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങോട്ട് പോർഷൻസ് എടുത്ത്
ഇത് നമ്മൾ തിരിച്ച് വെട്ടുമ്പോൾ മിക്കവാറും നിങ്ങൾക്ക് തിരിച്ചു മറിച്ചൊക്കെ ആയിരിക്കും ഉണ്ടാവുക ക്യാമറയിൽ കാണുന്നത്. അത് നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ യഥാർത്ഥ നെക്ക്, ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാനുള്ള പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിവർത്തുമ്പോൾ ഇങ്ങനെ വരും. ഇതുപോലെ തന്നെ ഫ്രണ്ട് നെക്കും നമുക്ക് വരച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു തുണിയിലേക്കാണ് ഇതാവുന്നത്. ഇതൊരു തുണി ചെറിയ പീസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള. ഒരു വിഡ്ത്ത് നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു ചെറിയൊരു പീസാണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് 4ആയിട്ട് മടക്കിയതിൻ്റെ ശേഷം, ഇതൊരു കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. അപ്പോൾ 4ആയിട്ട് മടക്കിയതിൻ്റെ ശേഷം നമ്മൾ ഈ നെക്കിൻ്റെ ഇത് എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നെക്ക് വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് നെക്ക് വെച്ചതിന് ശേഷം ഇത് വരയ്ക്കുക. ഇതാണ് പേപ്പർ കട്ടിങ് കൊണ്ടുള്ള ഒരു ഗുണം കേട്ടോ. നമ്മൾ ഡയറക്റ്റായിട്ട് തുണിയിലേക്ക് വരയ്ക്കേണ്ട കാര്യമില്ല. ഇങ്ങനെ പേപ്പറിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പേപ്പർ കളഞ്ഞാൽ പോരെ, തുണി പോകത്തില്ലല്ലോ. അങ്ങനെയാണ് പാറ്റേൺ മാസ്റ്റർ എന്നൊക്കെ കേട്ടിട്ടില്ല, എല്ലാവരും കേട്ടിട്ടുണ്ടാവും പാറ്റേൺ മാസ്റ്റർ. അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റത്തെ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് ലൈൻസ് ആണ്. രണ്ടാമത്തെ ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ ഇറക്കമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കൂടി നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തെറ്റി പോവേ. കറക്റ്റായിട്ട് പേപ്പർ വെച്ച് കൊടുത്തിട്ട് പേപ്പർ നന്നായിട്ട് പ്രസ്സിങ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇതൊരു റൗണ്ട് കഴുത്തിൻ്റെയാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഇച്ചിരി ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ ഇത് കറക്റ്റാക്കിയിട്ട് ഇവിടെ വരെ കൊണ്ടുവരും. ഇങ്ങനെ വരും. ഇനി നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ബാക്ക് പാർട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാ. അപ്പോൾ നമ്മൾ നിവർത്തുമ്പോൾ ഇങ്ങനെ വരും. ബാക്ക് നെക്കാണ് ഇത്, ഫ്രണ്ട് നെക്ക് അല്ലേ, ബാക്ക് നെക്കാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇത് കറക്റ്റായിട്ട് മെഷറിങ് ടാപ്പ് വെച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് അര ഇഞ്ചായിട്ട് നമ്മളുടെ യഥാർത്ഥത്തിലുള്ള ഇത് എടുക്കാം. ഇനി എടുക്കാത്ത വശം വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത്, ഇത് നമ്മൾ കട്ട് ചെയ്തത് ഈ പോർഷൻസ് ആണ്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷിങ് ആവേണ്ടത് ഈ പോർഷൻസ് ആണ്. ഇത്രയേ ഉള്ളൂ നെക്ക് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ. എന്തൊരു ഈസിയാന്ന് നോക്ക്. ഈ ഒരു ഇക്വേഷൻ ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ ടിപ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ബൈ ബൈ.